ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ ഇന്നൊരു പുതിയ പാക്ക് കൊണ്ടുവന്നായിരുന്നു, നാഷണൽ സ്റ്റാർസ് 2010 എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ കിടിലം പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഉറൂഗയുടെ സുവാരസ് ഉണ്ട്, ജർമ്മനിയുടെ സ്വീസ്നീഗർ ഉണ്ട്, അതുപോലെ നെതർലാൻഡ്സിൻ്റെ ബാങ്ക് ഹോസ്റ്റ് ഉണ്ട്. സോ എന്തായാലും നമ്മളിന്ന് വന്നിരിക്കുന്നത് അതിലെ സുവാരസിൻ്റെയും സ്വീസ്നീഗറിൻ്റെ ഒരു പ്ലെയർ വിത്ത് ഗെയിം പ്ലേ ആയിട്ടാട്ടോ. സോ രണ്ടുപേരും കിടിലിനാണ്. ഇതിപ്പോൾ സുവാരസ് നോക്കുകയാണെങ്കിൽ ആൾ ഗോൾ പോച്ചർ കാർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ആൾക്ക് അറ്റാക്കിംഗ് സർജ് പ്ലസ് ഫിനോൽ ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ജർമ്മനിയുടെ സ്വീസ്നീഗർ നോക്കുകയാണെങ്കിൽ ആൾ വന്നിരിക്കുന്നത് ബോക്സ് ടു ബോക്സ് പറഞ്ഞ പ്ലേ സ്റ്റൈലായിട്ടാണ്. ഇനിയിപ്പോൾ ആളുടെ സ്കില്ല് നോക്കുകയാണെങ്കിൽ ഫിനോൽ പാസ് പ്ലസ് ലോങ് റീടാക്കിളാണ്. ഇപ്പോൾ രണ്ടുപേരും ഉഷാറാണ്, ഒന്നും പറയില്ല. ടോപ്പ് ഇൻ ദി ഗെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ മറ്റേ വിയേരയുടെ കാർഡ് വന്നുകൊണ്ട് ഈ കാർഡ്സ് മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും എടുക്കേണ്ടവരെടുത്തോ, സെറ്റ് ആയിരിക്കും കേട്ടോ. സോ എന്തായാലും നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവരെ പ്ലെയറുമായിട്ടാണ്. സോ നമുക്ക് എന്തായാലും ഇവരെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. സോ ഞാൻ അവരുടെ പ്രോഗ്രഷനും ഡീറ്റെയിൽസും കാണിച്ചു തരാം. അതിനൊക്കെ സ്വീസ്നീഗർ കാണിച്ചു തരാം. സോ സ്വീസ്നീഗറിനെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് 8 പാസിങ്, 8 ഡ്രിബിളിങ്, 7 ഡിസ്ചാർജ്, 10 ലോബോട്ട് സ്ട്രെങ്ത്, 8 ഡിഫെൻഡിങ് ആട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് നമ്മുടെ സ്വീസ്നീഗറിന് ഇട്ടുണ്ട്. സോ 26 ഏജ്, 183 ഹൈറ്റൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ബോക്സ് ടു ബോക്സ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാട്ടോ ഇത്. 104 ഓവറോൾ ഉണ്ട്. ഡ്രിബിളിംഗ് സെക്ഷൻ കുഴപ്പമില്ല. പാസ്സാണല്ലോ മെയിൻ, ഫിനോൽ പാസ് ഉള്ളതുകൊണ്ട് രണ്ടും 90ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്, 91. ഇനിയിപ്പോൾ ഡിഫൻസീവിൽ നോക്കുകയാണെങ്കിൽ എല്ലാം 90 മുട്ടണ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പീഡ് ആക്സലേഷനൊക്കെ 90, 87, കിക്കിംഗ് പവർ 93, സ്റ്റാമിന 86. കുഴപ്പമില്ല, അല്ല 96, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റാറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ആൾക്ക് കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ ഡ്യൂവലിംഗ് ആണ്. ഡ്യൂവലിംഗ് കൊടുത്താൽ മതി, അല്ലേ പിന്നെ ഷട്ട് ഡൗൺ ഒക്കെ കൊടുത്ത ഡിഫൻസ് ഒന്നുകൂടി കൂടണമെങ്കിൽ കേട്ടോ. സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഫിനോൽ പാസ് പ്ലസ് ലോങ് റീടാക്കിളാണ് കേട്ടോ. സോ അത്യാവശ്യം സെറ്റിനാണ്. ആൾക്ക് വേണ്ടി ആഡ് സ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ സുവാരസ് നോക്കുകയാണെങ്കിൽ സുവാരസ് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ 10 ഷൂട്ടിങ്, 4 ട്രിബിളിങ്, 10 ഡിസ്ചാർജ്, 10 ലോവർ സ്ട്രെങ്ത്, 6 ഏരിയയിലാണ് കേട്ടോ. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. ആളുടെ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 23 വയസ്സുള്ള സുവാരസ് ആണ്. ഏജ് ഭയങ്കര എങ്ങാട്ടോ, ആളുടെ ഫസ്റ്റത്തെ വേൾഡ് കപ്പ് തോന്നുന്നുണ്ട് അത്. അതുപോലെ തന്നെ ഹൈറ്റ് 182 സോ ഗോൾ പോച്ചർ കാർഡാണ്. പ്ലേ സ്റ്റേഷൻ സ്പീഡിങ് ബുള്ളറ്റ് ആട്ടോ. ഇനിയിപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ 107 ഇതിൽ ഒഫൻസീവ് അവയർനെസ് 95 ഉണ്ട്, ബോൾ കൺട്രോൾ 87, ഡ്രിബിളിങ് 85, ടൈറ്റ് പൊസിഷൻ 89. അപ്പോൾ ഡ്രിബിളിങ് സെക്ഷൻ ടോപ്പാണ്, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഫിനിഷിങ് 95 ഉണ്ട്, സെറ്റ് തന്നെയാണ് ആളുടെ, ഒന്നും പറയാനില്ല. പിന്നെ കേള് 90, സെറ്റ് പീസ് 87 ഉണ്ട്, സ്പീഡ് 92, ആക്സലേഷൻ 94, കിക്കിംഗ് പവർ 97. അപ്പോൾ അവിടെയൊക്കെ ടോപ്പ് തന്നെ ആട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ബാലൻസ് 93, സ്റ്റാമിന 87, ഫിസിക്കൽ കോണ്ടാക്ട് 88, സെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ആളുടെ ഇത്. അറിയാലോ, അന്ന് കൈകൊണ്ട് പിടിച്ചുള്ള വിവാദവും ഗാനക്കെതിരുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ഇതായതാണല്ലോ. സോ ആൾക്ക് ബൂസ്റ്റർ സ്ട്രെങ്ത് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് കൊടുത്താൽ മതി കേട്ടോ, അതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ സ്കിൽസ് ഒക്കെയാണ് ആൾക്ക് വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് അറ്റാക്കിംഗ് സർജ് ആണ്. ചെക്ക് സർജ് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഓപ്പോണൻ്റ് ഹാഫിക്ക് പന്ത് എത്തുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഫിനിഷിങ്ങുള്ള ആട്രിബ്യൂട്ട്സ്, സ്പീഡ്, ആക്സലേഷൻ അതൊക്കെ അങ്ങോട്ട് കൂടി കിട്ടും. അറ്റാക്കിംഗ് തരത്തിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ കൂടി കിട്ടും. അതിനനുസരിച്ച് റൺ എടുക്കുകയും ചെയ്യും നമ്മുടെ സുവാരസ്, അതാണ് സാധനം. സോ ആൾക്ക് വേണ്ട സ്പെഷ്യൽ സ്കിൽ എന്തൊക്കെയാണ് ഞാൻ എന്തായാലും സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 2 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്ലെയർ റിവ്യൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എംബാപ്പേ, ഓക്കെ, വിയേര, ആൻഡ് ഇറ്റ്സ് വരാൻ ടു മാർസെലോ, പാസ് ടു സ്നീസ്നീഗർ. ഓക്കെ, സ്നീസ്നീഗറാണ്. സ്നീസ്നീഗർ അടി ചെങ്ങാട് പേര് തൊള്ള കിട്ടില്ല, അപ്പോൾ അത് പോയി. ഓക്കെ, നമ്മുടെ അടുത്തിൻ്റെ വരാൻ ആൻഡ് സ്നീസ്നീഗറാണ്. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. സ്നീസ്നീഗർ എടാ പോസ്റ്റും അടിച്ചറാ, നല്ല ഷോട്ടാകുന്നു കേട്ടോ. ലാം പാസ്റ്റ് ഗുള്ളിച്ച് ഒന്ന് ടേൺ എടുക്കാൻ, നൈസ് വൺ. വിയേര സ്നീസ്നീഗറിന് വയ്ക്കാം. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. സ്നീസ്നീഗർ, ഓ ആദ്യത്തെ 2 അടിയാണ് മൂപ്പരായിരുന്നു കേട്ടോ. സ്നീസ്നീഗർ, ഓക്കെ, നെയ്മർ, സോറി, എംബാപ്പേ ആൻഡ് സുവാരസ് ഡബിൾ. കിട്ടിയില്ല. ഓക്കെ, സുവാരസ് എടുത്തിട്ട് കേളിയാം. ഓക്കെ ഗൈസ്, സുവാരസ് അപ്പോൾ ഫസ്റ്റത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. 12-ാം മിനിറ്റിൽ തന്നെ ഫസ്റ്റത്തെ ഗോൾ വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 ഷോട്ട് നമ്മുടെ സ്നീസ്നീഗറിൻ്റെ അടുത്തുനിന്നായിരുന്നു. അപ്പോൾ അതാ സുവാരസിൻ്റേത് ഫസ്റ്റത്തെ അടി തന്നെ ഗോൾ വേണ്ടി ഞാൻ ഡബിൾ ടച്ച് അനുഭവം അടിക്കാൻ നോക്കിയതാ. ഫസ്റ്റ് അടിച്ചു സുര ടു എംബാപ്പേ. സുര റണ്ണിയുണ്ട്, സുരയ്ക്ക് വെക്കാം. സുര കേൾ കൊടുക്കാം. എടാ ഓക്കെ, ലക്കി ഗോൾ പറയാം, ലക്കി ഗോൾ, വേറൊന്നും പറയില്ല. നല്ല റണ്ണായിരുന്നു കേട്ടോ. പക്ഷേ മാക്കൽ, ഓക്കെ, നമ്മുടെ അടുത്തിൻ്റെ സ്നീസ്നീഗറാണ്. ഓക്കെ, സ്നീസ്നീഗർ, ഓക്കെ, നൈസ്. സുരയ്ക്ക് വെക്കാം. സുര അടുപ്പിച്ച് വെക്കാം. സുവാരസ്, ഓഹോ, ഹാട്രിക് ഫോർ സുവാരസ്. എടാ 33 മിനിറ്റ് ആയുള്ളൂ, അപ്പോഴേക്കും ഫസ്റ്റത്തെ കളിനെ ഹാട്രിക് അടിച്ചിട്ടുണ്ട് കേട്ടോ. പൊളി. ഗോള് കെച്ചല്ല മച്ചു, ഗോള് കയറുമോ? ഓ ബാക്കിയുണ്ട്. ഇതിലടിച്ചു ബ്ലോക്കിൽ. എംബാപ്പേ,
എംബാപ്പെ ടു സുര എൻ്റെ അളിയാക്കിയിട്ടില്ല. സുര റണ്ണിക്ക് സുര ഉണ്ട്. സുര ഓക്കെ. ലൂയിസ് സുര ഓക്കെ. ഒരു കേൾ കൊടുക്കാം. എടാ ആംഗിൾ ടൈച്ച് ആയിരുന്നു. കിട്ടില്ല റണ്ണായിട്ടോ അത്. നെയ്മർ ആൻഡ് ഇറ്റ് സുവാരസ് ഡബിൾ ടച്ച്. നൈസ് വൺ സുവാരസ് ഡബിൾ ടച്ച് ഇടാം. അടിപ്പിച്ച് നോക്കാം. സുവാരസ് പുറത്തു പോയടാ. ശേഷം ക്ലിയർ ചെയ്ത് കളിയാ. വേറെ പാകില്ല മാനെ. ക്ലിയർ ചെയ്തോ. ഓ ഭാഗ്യമുണ്ടോ. ലിവർക്കാൻ വന്നു. ഓക്കെ. എംബാപ്പെ ത്രൂ തള്ളാം. നെയ്മർ ഓക്കെ. ഗുള്ളിച്ചിന് വയ്ക്കാം. സുരയ്ക്ക് വയ്ക്കാം. ഓക്കെ. സുര റണ്ണിങ്. സുര ഓവർ ആവണ്ട. ഓക്കെ. സുവാരസ് ഡബിൾ ടച്ച് ഇടാം. ഓക്കെ. കേൾ ലെറ്റ്സ് ഗോ. സുവാരസിന്റെ 4ാമത്തെ ഗോൾ അടിച്ചിട്ട് ഈ കളിയിൽ കിടിലൻ ഗോളായി. അത് കൗണ്ടർ അറ്റാക്ക് വേണ്ടി അവൻ്റെ കോർണറിൽ. നേരത്തെ അവൻ്റെ ഇതിലായിരുന്നു നമ്മൾ കൗണ്ടർ അടിച്ചത്. പക്ഷെ അത് ഗോളാക്കാൻ പറ്റിയില്ല. ഇപ്പതാ സുര ഗോളാക്കിയിട്ടുണ്ട്. പക്ഷേ ഗർ ആൻഡ് സുവാരസ് സോളോ പോയിക്കല്ലോ. സുവാരസ് ഡ്രിബിൾ ചെയ്യാം. ഓക്കെ. ഡാഷ് അധികം കൊടുക്കണ്ട. സുവാരസ് ഓക്കെ. ടേൺ വരാം. നൈസ് വൺ. ഓക്കെ. ഗുഡ് വൺ. സുവാരസ് അടിപ്പിച്ച് നോക്കാം. എടാ ഓക്കെ ഗൈസ്. ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. റെഡ് കൊടുക്ക്. ബാക്കിൽ നിന്ന് വലിച്ചതാ. അത് അവൻ്റെ ആ ഫിസിക്കൽ അപ്രോച്ചിലെങ്കിൽ ഗോളായിരുന്നു. അല്ല ഡയറക്റ്റ് ഗോൾ കീപ്പർ ആയിരുന്നു. എന്തായാലും ഫ്രീ കിക്ക് കിട്ടിയിട്ട് സൂര്യനെ എടുക്കണം. സൂര്യ കൊണ്ട് തന്നെ അടിപ്പിക്കാം. ഒരു കേൾ കൊടുക്കാം നമുക്ക്. എടാ ബെൻഡ് വന്നില്ലടാ. ഇത് എന്താവുന്ന അവന് പുറത്തു പോകുന്നു തോന്നിട്ടിക്ക്. എടാ വാറും അടിച്ചറാ. ഓക്കെ. നമ്മളെടുത്തിൻ്റെ ഗുള്ളിച്ച് ആൻഡ് ഇറ്റ്സ് നെയ്മർ പാസ് ടു സുര ടേൺ. നൈസ് വൺ. സുര നൈസ് ഡ്രിബിളിങ്. സുര അടിപ്പിച്ച് നോക്കാം. ലൂയിസ് സുവാരസ് ചെങ്ങായിയുടെ റൺ ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഫിസിക്കും ഉണ്ട്. നല്ല ഡ്രിബിളിങ് സ്റ്റാറ്റ്സ് ഉണ്ട്. അതിനനുസരിച്ച് മൂവ്മെന്റ് വെച്ചാൽ നല്ല സ്മൂത്താണ്. കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഹലോ ആൻഡ് ഇറ്റ്സ് നെയ്മർ ത്രൂ തള്ളാം. ഓക്കെ. സുവാരസ് ഒരു ഫേക്ക് ഇടാം. കേൾ കൊടുക്കാം. എടാ ബ്ലോക്ക് വന്നറ. ഗുള്ളിച്ച് ഓക്കെ. ത്രൂ തള്ളാം. ആൻഡ് ഇറ്റ്സ് രാം സ്റ്റണ്ണിങ് ഇടാം. സുവാരസ് അയ്യേ. എംബാപ്പെ ഓക്കെ. ഗോൾ അടിച്ചിട്ടുണ്ട് എംബാപ്പെ. സുവാരസിന്റെ ഹെഡായിരുന്നു. പക്ഷെ ഡിഫ്ലക്ഷനെ പൊന്തിയെന്ന് തോന്നുന്നു എനിക്കത്. അത് സുവാരസിന് ഗോളാവുണ്ടായിരുന്നോ. പക്ഷെ നന്നായി ഡിഫെൻഡ് ചെയ്തു. ഇന്റർസെപ്ഷൻ. ഓക്കെ. സ്നേഹികറാണ്. ഓക്കെ. ഓപ്പൺ ആണ്. അടിപ്പിച്ച് നോക്കാം. ഓക്കെ. സ്നേഹികർ സുവാരസ് നൈസ് ടു എംബാപ്പെ. ഓക്കെ. ഗുള്ളിച്ച് ഓക്കെ. സ്നേഹികർ ഫ്രീ ആണ്. അടിപ്പിച്ച് നോക്കാം. സ്നേഹികർ എടോ എന്റെ പൊന്നാളി അതെന്ത് ഗോളാണോ ദേവി. ഓക്കെ. നമ്മളെടുത്തിട്ടുണ്ട് ഡെസേലി ആൻഡ് ഇറ്റ്സ് നെയ്മർ ടു സുര ടേൺ. നൈസ് വൺ. സുര ഓക്കെ. ടേൺ എടുക്കാം. ഓനൊന്ന് വട്ടം കറപ്പിക്കാം. ഗുഡ് വൺ. ഡബിൾ ടച്ച് ഇടാ. അടിപ്പിച്ച് നോക്കാം. സുവാരസ് ഏടാ നല്ല ഡ്രിബിളായിരുന്നു. പക്ഷെ ഫിനിഷിങ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് വരാനെ ടു മാർസെല്ലോ എടുത്ത് ഓക്കെ. നെയ്മറിന് വയ്ക്കാം. നെയ്മർ സുരയ്ക്ക് വയ്ക്കാം. സുര അടിപ്പിച്ച് നോക്കാം. എംബാപ്പെ സുരയ്ക്ക് വയ്ക്കാം. അടിപ്പിച്ച് നോക്കാം. ഓക്കെ. എന്തായാലും സുര അടിക്കേണ്ട ഗോളായിരുന്നു. തിരിച്ച് കാര്യം ഒന്ന് കയറി സുരൻ്റെ ഗോൾ അടിച്ചിട്ടുണ്ട്. സോ എഗെയിൻ 2-0. അസാഡ് ഓക്കെ. എടുത്തിട്ടുണ്ട് ഡെസേലി ആൻഡ് ഇറ്റ്സ് ഗുള്ളിച്ച്. നൈസ്. പാറ്റോ നൈസ് ആക്ഷൻ ബൂസ്റ്റ്. പാറ്റോ നൈസ് ആൻഡ് ഇറ്റ്സ് സ്നീഗർ. ഓക്കെ. ഗുഡ് ഡ്രിബിളിങ്. അടിപ്പിച്ച് നോക്കാം. സ്നീഗർ മുക്കി പോണ്ടായിരുന്നത്. ഓക്കെ. എടാ ഇരിക്ക്. നെയ്മർ എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് സുവാരസ് ടേൺ വരാം. ഓക്കെ. നൈസ് വൺ. സുവാരസ് സോളോ പോയല്ലോ. സുവാരസ് ഒന്ന് ഡ്രിബിൾ ചെയ്യാം. എടാ ലാഗ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. സുവാരസ് അടിപ്പിച്ച് നോക്കാം. വിയേര ആൻഡ് ഇറ്റ്സ് മാർസെല്ലോ ടേൺ വരാം. ഓക്കെ. ക്രോസ് വെക്കാം. സുരൻ്റെ അവിടെ. ഓടാ സേവ് വെച്ച നൈസ് ഒരു ടാക്ടിക്സ് ആയിരുന്നു. പക്ഷേ ഗോളാ. സ്നേഗർ ആൻഡ് വിയേര സ്നേഗറിന് കൊടുത്തിട്ടുണ്ട്. അടിപ്പിച്ച് നോക്കാം. സ്നേഗർ പാസ് ടു വിയേര. സ്നേഗറിന് വയ്ക്കാം. സ്നേഗർ അടിപ്പിച്ച് നോക്കാം. ഓക്കെ. ഇതേ ഓക്കെ. നെയ്മർ ത്രൂ ബോൾ ടു സ്നേഗർ. ടേൺ വരാം. ഒന്നുകൂടെ ടേൺ എടുക്കാം. ഓക്കെ. സ്പേസ് ഉണ്ട്. ഓക്കെ. അടിപ്പിച്ച് നോക്കാം. സ്നേഗർ എടാ ഗോള് കയറുന്നില്ലടാ. എല്ലാം റീച്ചിലേക്ക് അടി. നെയ്മർ ഓക്കെ. സ്നേഗറാണ്. ഓക്കെ. സുരയ്ക്ക് ത്രൂ തള്ളാം.
സുര അടിച്ചേ സുര. ഓക്കെ, ഗുഡ് വൺ. അത് നൈസ് ഫിനിഷ് ആയിട്ട്. സ്റ്റണ്ണിങ് ഒന്നല്ല, നോർമൽ ഫിനിഷ് ആയിരുന്നു, പക്ഷേ കിടിലം ഗോളായത്. അൽവാരസ് എടാ കിടത്തി വിടല്ലേ. ഓക്കെ, നൈസ് ഇന്റർസെപ്ഷൻ. ആൻഡ് എസേലി ചൂർ. ഓക്കെ, സ്നീഗർ ആൻഡ് ഇറ്റ്സ് നെയ്മർ. പാസ് ടു സുര സ്പേസ് ഉണ്ട്. സുര അടിപ്പിച്ച് നോക്കാം. സുര അടിക്ക് സുര. ഓക്കെ, എടാ സുര ഏതറ സാധനം. അടി പറഞ്ഞ അമ്മാതിരി അടിയാട്ട സുര, ഒരു രക്ഷയില്ല. ബാങ്കർ. കളി കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ കുഴപ്പമില്ല, നന്നായി കളിച്ചിക്കണൊക്കെ. 2 ഗോളൊക്കെ അടിച്ചിട്ട് സെറ്റായിട്ട് സുര. ആ ഫസ്റ്റത്തെ ഗോൾ വെട്ടേ കേട്ടോ. സോ റിവ്യൂ നിർത്തിയാലോ? ഇത് മതിയില്ലേ? ഓക്കെ, 2217 വരെ എത്തിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, കളിയൊന്നും തോച്ചിട്ടൊന്നുമില്ല കേട്ടോ. കളി നമ്മൾ കളിച്ചെല്ലാം അടിപൊളിയായിട്ട് കളിച്ച്. ഇതിൽ കണ്ടോ, അവസാനത്തെ 5 കളി ആണെങ്കിലും എല്ലാം നമ്മൾ അത്യാവശ്യം വലിയ തന്നെ കളിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ടോപ്പ് കളി തന്നെ ആയിരുന്നു. സൂര്യമ്പനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്നീഗർ സൂര്യാണെങ്കിലും ഞാൻ കൂടുതൽ അറ്റാക്കിങ്ങിലെ ഫോക്കസ് ചെയ്ത്. ഇൻ്റർസെപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. എന്നാലും സ്നീഗർ ഒന്നുകൂടി അടി പറഞ്ഞ അമ്മാതിരി അടി അടിക്കുന്നുണ്ട്. ഒരു മത്യൂസ് വൈബൊക്കെ കിട്ടണ പോലെ കേട്ടോ. പിന്നെ സ്കിൽസ് ഒന്നും അധികം ഞാനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ഒരു പോരായ്മ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ പിള്ളേർ പെർഫോം ചെയ്ത് പറയാം. ടോപ്പ് തന്നെ ആയിരുന്നു, ഒന്നും പറയാനില്ല. 2 കാർഡും ടോപ്പ്. സ്നീഗർ ബോക്സ് ടു ബോക്സ് ആണ്. സ്റ്റാറ്റ്സ് വൈസ് അത്യാവശ്യം ഒരു ഇമ്പാക്റ്റ് ചില കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ തരുന്നില്ല. പക്ഷെ പെർഫോമൻസിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. അവളുടെ ആ ഹൈറ്റും ഇതൊക്കെ ജെസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട്, കളിയുണ്ട്. ഇപ്പോൾ സുവാരസ് ആണെങ്കിലും ഡ്രിബിളിംഗ് ഒക്കെ ടോപ്പ് തന്നെ ആയിരുന്നു. ഫിനിഷിങ് അടിപൊളി. പിന്നെ അടിയൊക്കെ ഇടയ്ക്ക് റീച്ചിലേക്ക് പോകണത്. അത് നമ്മൾ കുറച്ചുകൂടി ഫിനിഷിങ് പക്കയാക്കിയാൽ മതി. ഓക്കെ, ബോക്സിൻ്റെ പുറത്തുനിന്ന് അത് അടിക്കാണ്ട് അധികം ഉള്ളിൽ കയറി അടിക്കാൻ നോക്കുക. പുറത്തുനിന്ന് അടിക്കുകയാണെങ്കിൽ തന്നെ സ്നീഗറിനെ വെച്ച് പൂച്ചാനൊക്കെ നോക്കുക. സുവാരസ് ഗോൾ പോച്ചറാണല്ലോ. പിന്നെ ഡ്രിബിളിങ് ടോപ്പും വരും, ഒന്നും പറയാനില്ല. ടോപ്പായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും 2 കാർഡ് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. എന്തായാലും നിങ്ങൾ കളിപ്പിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിരിക്കും ബൈ.